കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലും വാർത്തകളിലും അത്ഭുതകരമായ ഒരു സംഭവത്തെപ്പറ്റി ചർച്ച നടക്കുകയാണ്. വടക്കേ ആഫ്രിക്കയിലെ സ്പാനിഷ് എൻക്ലേവായ സിയൂട്ട അതിർത്തിയിൽ അരങ്ങേറിയ കുടിയേറ്റത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. നിരവധി കുടിയേറ്റക്കാരാണ് അതിർത്തി വേലികൾ തകർത്തും കടൽ നീന്തിക്കടന്നും സിയൂട്ടയിലേക്ക് കടന്നത്. സംഭവത്തിൽ 34 പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്താണ് സിയൂട്ടയിൽ സംഭവിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകളുടെ കുടിയേറ്റത്തിന് പിന്നിലെ കാരണം ഇത് പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കൻ തീരത്ത് മൊറോക്കോയുടെ അതിർത്തി പങ്കിടുന്ന ചെറിയ സ്പാനിഷ് പ്രദേശമാണ് സിയൂട്ട. ഭൂമിശാസ്ത്രപരമായി ആഫ്രിക്കയിലാണെങ്കിലും ഇത് സ്പെയിനിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ഭാഗമാണ്. 1580 മുതൽ സ്പെയിന്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശത്തെ മൊറോക്കോ ഇന്നും സ്വന്തം ഭൂമിയായി അവകാശപ്പെടുന്നുണ്ട്. സിയൂട്ടയിലും സമീപ പ്രദേശമായ മെല്ലിലയിലും ഏകദേശം 85,000 പേരാണ് താമസിക്കുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സ്പാനിഷ് മൊറോക്കൻ വംശജരും ഇവിടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടങ്ങളിലൊന്നായാണ് സിയൂട്ടയെ കുടിയേറ്റക്കാർ കാണുന്നത്. മൊറോക്കോയിലെ ഫിനിദെക് പട്ടണത്തിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കടൽ നീന്തിയാണ് പലരും സിയൂട്ടയിൽ എത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിർത്തിയിൽ ശക്തമായ സുരക്ഷാ സംവിധാനമുള്ളതിനാൽ പലരെയും തിരിച്ചയക്കാറുമുണ്ട്. എന്താണ് സംഭവിച്ചത്? വ്യാഴാഴ്ച വൈകുന്നേരം നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം കടൽ വഴിയും അതിർത്തി വേലി കയറിയും സിയൂട്ടയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ചിലർ വിവ എസ്പാനി, അതായത് സ്പെയിൻ ജയിക്കട്ടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് തീരത്തേക്ക് എത്തിയത്. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും കുട്ടികളും സംഘത്തിന്റെ ഭാഗമായിരുന്നു. ഇതുകൂടാതെ ടാരഹാൽ തീരപ്രദേശത്ത് കൂടി ആയിരക്കണക്കിന് ആളുകൾ കടന്നുകയറിയതായും കൃത്യമായ കണക്ക് ലഭ്യമല്ലെന്നും അധികൃതർ അറിയിക്കുന്നു. പിന്നീട് സ്പാനിഷ് ദേശീയ മാധ്യമങ്ങൾ 2000 മുതൽ 3000 വരെ പേർ സിയൂട്ടയിൽ എത്തിയതായി റിപ്പോർട്ട് ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സ്പെയിൻ സർക്കാർ സൈന്യത്തെ വിന്യസിക്കുകയും വ്യോമ നാവിക നിരീക്ഷണവും ഡൈവിംഗ് ടീമുകളുടെ പെട്രോളിംഗും ശക്തമാക്കുകയും ചെയ്തു. പെട്ടെന്നുള്ള കുടിയേറ്റത്തിന്റെ കാരണമെന്ത്? സമീപകാലത്ത് സ്പെയിൻ സുപ്രീം കോടതി നൽകിയ ഒരു വിധിയാണ് കുടിയേറ്റ ശ്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായതെന്നാണ് സ്പാനിഷ് അധികൃതരുടെ വിലയിരുത്തൽ. സിയൂട്ടയിലേക്കോ മെലില്ലയിലേക്കോ കടൽ മാർഗം എത്തുന്നവരെ നിയമ നടപടികളില്ലാതെ ഉടൻ മൊറോക്കോയിലേക്ക് തിരിച്ചയക്കാൻ ആവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ വിധി മനുഷ്യക്കടത്ത് സംഘങ്ങൾ പ്രചരിപ്പിച്ചതാകാമെന്നും അതുവഴി കൂടുതൽ ആളുകൾ യാത്രയ്ക്ക് പ്രേരിതമായിരിക്കാമെന്നും സ്പാനിഷ് അധികൃതർ സംശയിക്കുന്നു. കുടിയേറ്റക്കാരുടെ ഈ വൻ പ്രവാഹത്തിന് പിന്നിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ദാരിദ്ര്യം, രാഷ്ട്രീയ അസ്ഥിരത, ആഭ്യന്തര സംഘർഷം, തൊഴിലില്ലായ്മ തുടങ്ങിയ രൂക്ഷമായ പ്രശ്നങ്ങളും ഉണ്ടെന്നും വിലയിരുത്തുന്നുണ്ട്. ചരിത്രപരമായി സിയൂട്ടയെയും മെലില്ലയെയും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളായാണ് മൊറോക്കോ കണക്കാക്കുന്നത്. അതിനാൽ അതിർത്തി നിയന്ത്രണങ്ങളിൽ മൊറോക്കോ പുലർത്തുന്ന നിലപാടുകൾ പലപ്പോഴും നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമാകാറുണ്ട്. അൾജീരിയയുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള സ്പെയിനിന്റെ പുതിയ നീക്കങ്ങളിൽ മൊറോക്കോയ്ക്കുള്ള വിയോജിപ്പാണ് അതിർത്തി സുരക്ഷയിൽ അയവ് വരുത്താൻ അവരെ പ്രേരിപ്പിച്ചതെന്ന നിരീക്ഷണങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു കേവലം ഒരു അഭയാർത്ഥി വിഷയമല്ല, മറിച്ച് ഭൂരാഷ്ട്രീയ പ്രാധാന്യമുള്ള നയതന്ത്ര തർക്കം കൂടിയാണെന്ന് വ്യക്തമാവുകയാണ്. കലുഷിതമായ രാഷ്ട്രീയം. അഭയാർത്ഥി പ്രവാഹത്തെ തുടർന്ന് സ്പെയിനിലെ പെട്രോ സാഞ്ചസിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണകൂടം കടുത്ത ആഭ്യന്തര വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളും അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ അയഞ്ഞ കുടിയേറ്റ നയങ്ങളെയാണ് പ്രതിസന്ധിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളിലെ അപാകതകളും അതിർത്തി നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച വീഴ്ചകളും ആഭ്യന്തരമായി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. സ്പാനിഷ് പ്രധാനമന്ത്രി അടുത്തിടെ അൾജീരിയ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ടൈബൂണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ കുടിയേറ്റ പ്രതിസന്ധി ഉണ്ടായത്. പാശ്ചാത്യ സഹാറ വിഷയത്തിൽ അൾജീരിയയും മൊറോക്കോയ്ക്കും ദീർഘകാല തർക്കമുണ്ട്. സംഭവത്തെ തുടർന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സ്പെയിനെ ഷെൻഗൻ മേഖലയിലെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രിയും സമാന നിലപാടാണ് സ്വീകരിച്ചത്. സ്പെയിനിന്റെ വടക്കേ ആഫ്രിക്കൻ എൻക്ലേവായ സിയൂട്ടയിൽ വൻതോതിൽ കുടിയേറ്റക്കാർ എത്തിയ സാഹചര്യത്തിൽ സ്പെയിനുമായുള്ള ഷെൻഗൻ സ്വതന്ത്ര യാത്രാ സംവിധാനം ഇറ്റലി താൽക്കാലികമായി നിർത്തിവച്ചു. ഓഗസ്റ്റ് മാസത്തേക്ക് സ്പെയിനിൽ നിന്നുള്ള വ്യോമ സമുദ്ര മാർഗങ്ങളിലെ യാത്രകൾക്ക് അതിർത്തി പരിശോധന വീണ്ടും ഏർപ്പെടുത്തുമെന്ന് ഇറ്റാലിയൻ ആഭ്യന്തരമന്ത്രി മാറ്റിയോ പിയാൻറ്റോസി അറിയിച്ചു. 2015 യൂറോപ്പ് നേരിട്ട വൻ കുടിയേറ്റ പ്രതിസന്ധിയുടെ ഭീകരതയെ തിരികെ കൊണ്ടുവരുന്നതാണ് സിയൂട്ടയിലെ നിലവിലെ സംഭവ വികാസങ്ങൾ. അന്ന് ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് എത്തിയത് അവിടുത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളെ വൻതോതിൽ ബാധിച്ചിരുന്നു. അതിനുശേഷം അതിർത്തി സുരക്ഷ ശക്തമാക്കിയെങ്കിലും സിയൂട്ടയിൽ പെടുന്നതിനുള്ള ഈ വർധനവ്
യൂറോപ്പിന്റെ സംയോജിത അതിർത്തി മാനേജ്മെന്റ് സംവിധാനത്തിന്റെ പോരായ്മകളെ വീണ്ടും വെളിവാക്കുകയാണ്. സിയോട്ട സംഭവത്തിന് പിന്നാലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ശക്തമായ പ്രതികരണം നടത്തിയതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അനധികൃത കുടിയേറ്റം യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അത് തടയാൻ അടിയന്തര നടപടികൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആവശ്യമെങ്കിൽ സ്പെയിനുമായുള്ള ഷെങ്കൻ സ്വതന്ത്ര യാത്രാ മേഖലയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം പോലും മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ കുടിയേറ്റ നയത്തെ ചൊല്ലിയുള്ള ഭിന്നതകൾ വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ്. ഇന്ത്യയെ ബാധിക്കും. സിയോട്ടയിലെ ഈ പ്രതിസന്ധി ഇന്ത്യയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. കാരണം ഇത് പ്രധാനമായും സ്പെയിൻ, മൊറോക്കോ, യൂറോപ്യൻ യൂണിയൻ എന്നിവയെ ബാധിക്കുന്ന പ്രാദേശിക അതിർത്തി കുടിയേറ്റ പ്രശ്നമാണ്. ഇന്ത്യയുടെ വ്യാപാരം, സുരക്ഷ, വിദേശ നയം എന്നിവയിൽ ഉടനടി കാര്യമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയാൻ നിലവിൽ തെളിവുകളുമില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു പ്രതിസന്ധി അയൽ രാജ്യങ്ങളിൽ നിന്ന് വരാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇന്ത്യയുടെ പടിഞ്ഞാറ് പാകിസ്ഥാനും കിഴക്ക് ബംഗ്ലാദേശും സ്ഥിതി ചെയ്യുന്നതിനാൽ രണ്ട് അതിർത്തികളിലും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കുടിയേറ്റ വെല്ലുവിളികളാണ് രാജ്യം നേരിടുന്നത്. എന്നാൽ ഇന്ത്യയിലെ പ്രതിരോധ രംഗം ശക്തമായതിനാൽ സ്പെയിനിൽ സംഭവിച്ചതുപോലെ ഒരു കുടിയേറ്റത്തിന് സാധിക്കുകയുമില്ല. യൂറോപ്യൻ യൂണിയന്റെ ഇടപെടൽ. സിയോട്ടയിലെ സാഹചര്യം അസ്വീകാര്യമാണെന്ന യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ പ്രതികരിച്ചു. പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ 2 യൂറോപ്യൻ കമ്മീഷണർമാരെ ചുമതലപ്പെടുത്തിയതായും അവർ അറിയിച്ചു. യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ പാലിക്കാതെ ആർക്കും പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാനാവില്ല. അപകടകരമായ കടൽമാർഗ യാത്രകളും മനുഷ്യക്കടത്ത് ശൃംഖലകളും അവസാനിപ്പിക്കണം. നിയമങ്ങൾ അനുവദിക്കുന്ന വിധത്തിൽ അനധികൃതമായി എത്തിയവരെ വേഗത്തിൽ തിരിച്ചയക്കണം എന്നും ഉർസുല വോൺ പറഞ്ഞിരുന്നു. അവിചാരിതമായുണ്ടായ ഈ കുടിയേറ്റം സ്പെയിനിൽ സൃഷ്ടിച്ചിരിക്കുന്ന വെല്ലുവിളി ചെറുതല്ല. കടന്നുകയറ്റം ഒരു സംഘർഷത്തിലേക്ക്, ആഗോള രാഷ്ട്രീയത്തെ കടുത്ത വെല്ലുവിളിയിലേക്കും തള്ളിവിടാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല.